റോബർട്ട് പ്ലച്ചിക് എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റേ, അദ്ദേഹം നമ്മളെക്കുറിച്ചൊക്കെ മനുഷ്യന്മാരെയും മൃഗങ്ങളെയും അവരുടെ ഭാവങ്ങളെക്കുറിച്ചൊക്കെ ദ വീൽസ് ഓഫ് ഇമോഷൻ എന്നുള്ള വലിയ സ്റ്റഡി നടത്തിയിട്ട് അദ്ദേഹം പറയുക, നമ്മൾക്കൊക്കെ 8 ഭാവങ്ങളുണ്ട് അത്രേ. അതായത് ഭയം, സന്തോഷം, വെറുപ്പ്, ആശ്ചര്യം, പ്രതീക്ഷ, പുഞ്ചിരി, അങ്ങനെ ഇതിൻ്റെയൊക്കെ ഉപശാഖകളായിട്ട് 32-ലധികം വരുന്ന ഭാവങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ മൃഗങ്ങൾക്ക് 3-4 ഭാവങ്ങളുള്ള കേട്ടോ. എന്നാൽ മൃഗങ്ങൾക്കൊന്നും ഇല്ലാത്ത, മനുഷ്യന്മാർക്ക് പ്രത്യേകമായി ലഭിച്ചിട്ടുള്ള, എന്നാൽ നമ്മുടെ കയ്യിലുള്ള എല്ലാ ഭാവങ്ങളെക്കാളും ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഏറ്റവും നല്ല ഭാവമാണത്രേ പുഞ്ചിരി എന്ന് പറയുന്നത്. ശരിയല്ല, നമ്മൾ വളരെ സന്തോഷത്തോടെ പുഞ്ചിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ഈ സന്തോഷത്തിനൊരു ഹോർമോൺ ജനറേറ്റ് ചെയ്യപ്പെടുകയും അത് മനസ്സിന് വല്ലാത്തൊരു ആനന്ദവും സന്തോഷമൊക്കെ ലഭിക്കാറുണ്ട് അല്ലേ. അതുകൊണ്ടാണല്ലോ പുതിയ കാലത്ത് സ്മൈൽ തെറാപ്പികളിലൂടെ അസുഖങ്ങളൊക്കെ മാറുന്ന തെറാപ്പികളൊക്കെ രൂപപ്പെട്ട കാലം അല്ലേ. എന്നാൽ 1500 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന് മുഴുവൻ അനുഗ്രഹീതരായിട്ടുള്ള മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നീ നിൻ്റെ സഹോദരനെ നോക്കി ഒന്ന് സ്നേഹത്തോടെ പുഞ്ചിരിക്കുന്നത് പോലും അത് സ്വതക്കയാണെന്നും, നമ്മൾ ദാനധർമ്മം ചെയ്തതിന് തുല്യമാണെന്ന്. വളരെ സന്തോഷത്തോടുകൂടി നമ്മുടെ സഹോദരനെ നോക്കി പുഞ്ചിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലും സന്തോഷത്തിന് ഹോർമോൺ ജനറേറ്റ് ചെയ്യപ്പെടുകയും അത് നമ്മുടെ സഹോദരന് അവർക്കൊരു സന്തോഷം, സ്നേഹം കൈമാറുകയും അവർക്കൊരു സന്തോഷം നൽകുകയും, എന്നിട്ട് റോബർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു സോഷ്യൽ ഗ്ലൂ ആണെന്ന്, മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തെ ശക്തിപ്പെടുത്തുന്ന വലിയൊരു ടൂളാണെന്ന്. റോബർട്ട് 2006 പറയുന്നത്. 1500 വർഷങ്ങൾക്ക് മുന്നേ തങ്ങൾ പറയുക, നിങ്ങൾ തമ്മിലുള്ള മാനുഷിക ബന്ധത്തെ ശക്തിപ്പെടുത്താൻ ഒരു ലാഭേച്ഛയില്ലാതെ ഒന്ന് പുഞ്ചിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു സ്വതക്ക ചെയ്തതിന് കൂലിയും കിട്ടി മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തെ ശക്തിപ്പെടുത്തുന്ന ഏറ്റവും വലിയൊരു ടൂളായി മാറുകയും അങ്ങനെ ലോകത്തെ മനുഷ്യർ തമ്മിലുള്ള മാനുഷിക ബന്ധത്തെ ശക്തിപ്പെടുത്തുന്ന വലിയ അധ്യാപനങ്ങൾ സമ്മാനിച്ച മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും. അത്ര സിമ്പിളായിട്ടുള്ള കർമ്മല്ലേ. അങ്ങനെ മനുഷ്യൻ്റെ അഖില മേഖലകളുമായി ബന്ധപ്പെടുമ്പോൾ ചെറിയ കുട്ടികളോട് പോലും അവരോടുള്ള വാത്സല്യത്തിനെക്കുറിച്ച്, ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ച്, മാതാപിതാക്കളോട് മാതാവിൻ്റെ മുഖത്ത് നോക്കുന്നത് കഅബ ശരീഫിൽ നോക്കിയിരിക്കുന്നതിന് തുല്യമാണെന്ന് പഠിപ്പിച്ച ഒരിക്കൽ തങ്ങൾ മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു തേള് വെള്ളത്തിൽ വീണപ്പോൾ അതിനെ രക്ഷിക്കുന്ന സമയത്ത് ആ തേള് വിരലിൽ കടിക്കുക. അപ്പോൾ വീണ്ടും വെള്ളത്തിലേക്ക് വീണു, വീണ്ടും എടുക്കാൻ ശ്രമിച്ചു, അപ്പോഴും കടിച്ചു. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, എന്തിനാ തങ്ങളെ വിരലിൽ കടിക്കല്ലേ? അപ്പോൾ പറഞ്ഞു, തേളിൻ്റെ സ്വഭാവം കാണിക്കുന്നു, മനുഷ്യൻ്റെ സ്വഭാവം കാണിക്കുന്നു. ഇത്രമാത്രം മാനുഷിക മൂല്യങ്ങൾക്ക് മനുഷ്യത്വത്തെ ലോകത്തിന് മുഴുവൻ വർണ്ണിച്ച, അതുകൊണ്ടാണല്ലോ ദ 100 എന്നുള്ള ബുക്കിൽ മൈക്കിൾ എച്ച് ഹാർട്ട് എഴുതിയത് ദ മോസ്റ്റ് ഇൻഫ്ലുവൻസ് പേഴ്സൺസ് ഇൻ ദ ഹിസ്റ്ററി എന്ന് പറയുന്ന ആ ബുക്കിൽ ആദ്യത്തെ പേരെണ്ണിയത് പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരായിരുന്നു. ആ തങ്ങളെക്കുറിച്ച് ഈ തിരുവസന്തം 1500 നിൽക്കുമ്പോൾ കൂടുതൽ പഠിക്കാനും അവിടുത്തെ മാനവിക മൂല്യങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും പ്രാവർത്തികമാക്കാനും നമുക്ക് സാധിക്കട്ടെ. എല്ലാവർക്കും നബിദിനാശംസകൾ നേർന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.